ഓരോ ചോദ്യത്തിനും 6 സെക്കൻഡ് സമയമുണ്ട്. ഇതിനുള്ളിൽ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പഠിച്ചു കഴിയാത്തവർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം വീണ്ടും അറ്റൻഡ് ചെയ്യുക. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം സ്വരൂപ് റാണി. ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ആധുനിക ഇന്ത്യയുടെ ശില്പി. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം ഏത് വർഷം മുതൽ ഏത് വർഷം വരെയായിരുന്നു? ഉത്തരം 1947 ആഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിന് വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം എന്നായിരുന്നു? ഉത്തരം 1915. നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരയുടെ ജനനം എപ്പോഴായിരുന്നു? ഉത്തരം 1917 നവംബർ 19. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏതാണ്? ഉത്തരം ഇൻഡിപെൻഡന്റ്. ഇരുട്ടിനെ തുളച്ചിറങ്ങിയ പ്രകാശരശ്മിയായിരുന്നു അദ്ദേഹം. ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോഴാണ്, എവിടെ വച്ച്? ആയിരത്തി 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച്. നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം എന്നാണ്? നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം എന്നാണ്? 1916. നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ്? നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം കമല കൗൾ. നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം എന്നാണ്? നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം എന്നാണ്? ഉത്തരം 1921. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അലഹാബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ്?
സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന ആശയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ഏതായിരുന്നു? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് എവിടെ വെച്ചാണ്? ജയിലിൽ വെച്ച്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷം എന്നാണ്? ഉത്തരം 1931. നെഹ്റുവിൻ്റെ ആത്മകഥ എഴുതിത്തീർന്നത് എപ്പോഴാണ്? നെഹ്റുവിൻ്റെ ആത്മകഥ എഴുതിത്തീർന്നത് എപ്പോഴാണ്? ഉത്തരം 1935 ഫെബ്രുവരി 14. നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ്? നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ്? ഉത്തരം 1935 സെപ്റ്റംബർ 4. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം എന്നാണ്? ഉത്തരം 1942 ഓഗസ്റ്റ് 8. അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം നെഹ്റുവിൻ്റെ. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1969. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചന ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1944 ഏപ്രിൽ 13. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം പ്രകാശനം നടന്നത് എപ്പോഴാണ്? മാർച്ചിൽ. രാജ്യപുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 57 വയസ്സ്. നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ഏതാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്നാണ്? ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1964 മെയ് 27. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വദേശ് ക്വിസ് UP വിഭാഗക്കാർക്കുള്ള പാർട്ട് 4 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ കൂട്ടുകാർ.